ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയത്തിലെ 8-ാം ദശകം ആരംഭിക്കുകയാണ്. 1-ാമത്തെ ശ്ലോകം. സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ചാണ് ഈ ദശകത്തിൽ പറയുന്നത്. ഈ ശ്ലോകത്തിൽ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയത് ത്വത്തയേവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനം. ഇപ്രകാരം മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ, ഇപ്പോഴത്തെ ബ്രഹ്മയുഗത്തിൻ്റെ ആദ്യ ദിനത്തിൽ, നിന്തിരുവടിയിൽ നിന്ന് ജന്മം ലഭിച്ചവനായ ബ്രഹ്മാവ് രണ്ടാമതും നിന്തിരുവടിയിൽ നിന്ന് തന്നെ വേദങ്ങളെ ലഭിച്ച് പൂർവകൽപ്പത്തിലുണ്ടായിരുന്നതിന് തുല്യമായ സൃഷ്ടിയെ ചെയ്തു. ബ്രഹ്മപ്രളയം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ബ്രഹ്മകൽപ്പം തുടങ്ങുന്നു. പൂർവകൽപ്പാവസാനത്തിൽ തിരോഭവിച്ച മറഞ്ഞിരുന്ന വേദങ്ങൾ രണ്ടാമതും ഭഗവാന്റെ ആഗ്രഹപ്രകാരം തന്നെ ബ്രഹ്മാവിന് സ്വായത്തമാകുന്നു. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത് വേദങ്ങളെ ആശ്രയിച്ചാണ്. അതും പൂർവകൽപ്പത്തിലെ പോലെ തന്നെ. ഇതൊരു സൈക്ലിംഗ്, ഒരു ആവർത്തി പോലെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. പ്രളയം വരുന്നു, അതിനുശേഷം ബ്രഹ്മാവ് വീണ്ടും സൃഷ്ടി നടത്തുന്നു. അങ്ങനെ ഒരു സൈക്കിൾ. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വത്തയേവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനം. രണ്ടാമത്തെ ശ്ലോകത്തിൽ നൈമിത്തിക പ്രളയം എന്താണെന്ന് പറയുന്നു. സോയം ചതുർയുഗസഹസ്രമിതാന്യഹാനി താവന്മിതാശ്ച രജനീ ബഹുശോനിനായ നിദ്രാത്യസൗ ത്വയി നിലീയസമം സ്വസൃഷ്ടൈർ നൈമിത്തിക പ്രളയമാഹുരദോസ്യ രാത്രിം. നമുക്ക് അറിയാവുന്നതുപോലെ 4 യുഗങ്ങൾ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെയുള്ള 4 യുഗങ്ങൾ 1000 ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. 5-ാം ദശകത്തിൽ ശ്ലോകം 3-ൽ ഇത് നമ്മൾ വിസ്തരിച്ച് കേട്ടതാണ്. അത്രയും കാലം തന്നെ ബ്രഹ്മാവിൻ്റെ രാത്രിയുമുണ്ട്. ഇങ്ങനെയുള്ള രാപ്പകലുകൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു. ഒരു പകൽ കഴിഞ്ഞ് രാത്രി തുടങ്ങുമ്പോൾ ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ചിട്ടുള്ള സകല ശരീരികളോടും ചേർന്ന് ബ്രഹ്മത്തിൽ, അതായത് നിന്തിരുവടിയിൽ ലയിച്ചു കിടക്കുന്നു, രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്നത് പോലെ. അത് നിമിത്തം ബ്രഹ്മാവിൻ്റെ രാത്രി സമയത്തെ നൈമിത്തിക പ്രളയം എന്ന് അഭിജ്ഞന്മാർ പറയുന്നു. അതായത് പ്രപഞ്ചം ഭഗവാനിൽ പ്രകർഷേണ ലയിക്കുന്ന പ്രക്രിയയാണ് പ്രളയം എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ പ്രളയം ബ്രഹ്മാവിൻ്റെ ഉറക്കം നിമിത്തമാകയാൽ അതിനെ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു. സോയം ചതുർയുഗസഹസ്രമിതാന്യഹാനി
താവന്മിതാശ്ച രജനീർബഹുശോനിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടേർ നൈമിത്തിക പ്രളയമാഹുരദോസ്യ രാത്രിം. ഇന്ന് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയുടെ രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ദശകം 8 3-ാമത്തെ ശ്ലോകം. അസ്മാദൃശം പുനരഹർമുഖ കൃത്യതുല്യം സൃഷ്ടിം കരോത്യനുദിനം സഭവത്പ്രസാദാത് പ്രാഗ് ബ്രഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധന സമാസ്തി തദാ വിസൃഷ്ടിഃ. നിന്തിരുവടിയുടെ അനുഗ്രഹത്താൽ ബ്രഹ്മാവ് തൻ്റെ ഓരോ ദിവസത്തിൻ്റെയും ആരംഭത്തിൽ പുതുതായി സൃഷ്ടി നടത്തുന്നു. ഈ സൃഷ്ടികർമ്മം സംസാരികളായ ജീവാത്മാക്കളുടെ ദിനചര്യ പോലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം നടന്ന രീതിയിൽ തന്നെ അത് മറ്റുള്ള ദിവസങ്ങളിലും നടക്കുന്നു. ചിരഞ്ജീവികളെന്ന് പറയപ്പെടുന്ന മാർക്കണ്ഡേയാദികളും ബ്രഹ്മത്തിൽ ലയിച്ചിരുന്ന സ്ഥിതിയിൽ നിന്നും മാറി രണ്ടാമതും ഉണ്ടായി വരുന്നു. സാധാരണ ജീവാത്മാക്കളിൽ നിന്ന് അവർക്കൊരു വ്യത്യാസമുണ്ട്. അതെന്തെന്നാൽ അവർക്ക് പൂർവജന്മ സ്മരണ ഉണ്ടാവുന്നതാണ്. അതാണ് അവരുടെ സൃഷ്ടിയെ സുപ്തപ്രബോധന സമ എന്ന് വർണ്ണിച്ചിരിക്കുന്നത്. അതായത് ഉറങ്ങി ഉണരുന്നതിന് തുല്യമായ പുനരുൽപ്പത്തി. ഇങ്ങനെ ഓരോ നൈമിത്തിക പ്രളയം കഴിയുമ്പോഴും വെവ്വേറെ സൃഷ്ടി നടത്തുന്നു. അസ്മാദൃശം പുനരഹർമുഖകൃത്യതുല്യം സൃഷ്ടിം കരോത്യനുദിനം സഭവത്പ്രസാദാത് പ്രാഗ് ബ്രഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധന സമാസ്തി തദാ വിസൃഷ്ടിഃ. എട്ടാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം. പഞ്ചശതബ്ദമധുനാ സ്വവയോർധ്വരൂപമേകം പരാർത്ഥമതിവൃത്യ ഹി വർത്തതേസൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാത് ദിനാവതരണേ ച ഭവദ്വിലാസാൻ. ബ്രഹ്മാവ് ഇപ്പോൾ 50 സംവത്സരം കൂടി ചേർന്നതും തൻ്റെ ജീവിതകാലത്തിൻ്റെ പകുതിയുമായ ഒരു പരാർത്ഥം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രഥമ പരാർത്ഥത്തിൻ്റെ അവസാനത്തെ രാത്രിയിൽ സംഭവിച്ച നിന്തിരുവടിയുടെ ലീലകളെക്കുറിച്ചും അടുത്ത ദിവസത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടായ ലീലകളെക്കുറിച്ചും ഞാൻ വിവരിക്കുകയാണ്. ഈ 50 സംവത്സരം എന്ന് പറയുന്നത് ദേവവത്സരമാണ്, മനുഷ്യൻ്റെ അല്ല. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ജീവിതകാലത്തിൻ്റെ പകുതിയും, അതായത് ഒരു പരാർത്ഥം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ അവസാന രാത്രിയിൽ സംഭവിക്കുന്നതെല്ലാം ഭഗവാന്റെ ലീലകളാണ്.
അവയെക്കുറിച്ച് ഞാൻ വിവരിക്കാം. പഞ്ചശതബ്ദമധുനാ സ്വവയോർധ്വരൂപമേകം പരാർത്ഥമധിവൃത്യ ഹി വർത്തതേ സൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാത് ദിനാവതരണേ ച ഭവദ്വിലാസാൻ. എട്ടാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകം ബ്രഹ്മാവിൻ്റെ നിദ്രയെക്കുറിച്ച് പറയുന്നു. ദിനാവസാനേത സരോജയോനിഃ സുഷുപ്തി കാമസ്ത്വയി സംലിലില്യേ ജഗന്തി ച ത്വജഠരം സമീയോ തദേതമേകാർണവമാസ വിശ്വം. അനന്തരം ബ്രഹ്മാവ് മുമ്പിലത്തെ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ നിദ്രയെ ആഗ്രഹിച്ചുകൊണ്ട് നിന്തിരുവടിയിൽ ലയിച്ചു. സകല ലോകങ്ങളും അങ്ങയുടെ അന്തർഭാഗത്തെ പ്രാപിച്ചു. ആ സമയത്ത് ഈ പ്രപഞ്ചമാസകലം ജലം മാത്രമായി പരിണമിച്ചു. അതായത് നേരത്തെ ഉണ്ടായ പോലെ തന്നെ ആ ഒരു ദിവസത്തിൻ്റെ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൻ്റെ അവസാനത്തിൽ ബ്രഹ്മാവ് പിന്നീട് രാത്രിയാണ് ഉറങ്ങാൻ പോയി. അപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നാരായണൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ആത്മാവിൽ അല്ലെങ്കിൽ ശരീരത്തിൽ എല്ലാ ശരീരികളും ലയം പ്രാപിച്ചു. അപ്പോൾ തന്നെ സമസ്ത ലോകങ്ങളോടൊപ്പം ബ്രഹ്മാവും ഭഗവാന്റെ ദേഹത്തിൽ ലയിച്ചു. പിന്നീട് എന്താ ഉണ്ടാവുക? എല്ലാം ജലമയമായിട്ട് പ്രളയം ആയി ലോകം മുഴുവനും ജലമയമായി പരിണമിച്ചു. ദിനാവസാനേത സരോജയോനി സുഷുപ്തി കാമസ്ത്വയി സംലിലില്യേ ജഗന്തി ച ത്വജഠരം സമീയുസ് തദേതമേകാർണവമാസ വിശ്വം. എട്ടാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം തവൈവ വേഷേ ഭണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ ശ്മശേഷേ ആനന്ദ സാന്ദ്രാനുഭവസ്വരൂപഃ സ്വയോഗനിദ്രാപരി മുദ്രിതാത്മാ. എല്ലാം ജലം മാത്രം ശേഷിച്ച നിലയിലായിരിക്കെ നിന്തിരുവടി ആനന്ദം നിറഞ്ഞ ജ്ഞാനമാകുന്ന രൂപത്തോടുകൂടി സ്വയം യോഗനിദ്രയിൽ ലാഞ്ചിതമായ സ്വരൂപത്തോടുകൂടിയവനായി തീർന്ന് നിന്തിരുവടിയുടെ തന്നെ രൂപാന്തരമായ സർപ്പരാജാവായ ആദിശേഷന്റെ മേൽ യോഗ നിദ്ര ചെയ്തിരുന്നുവല്ലോ. അതായത് എല്ലാ ലോകവും ജലമയമായി മാറിയപ്പോഴും ശേഷിച്ച അങ്ങയുടെ തന്നെ മറ്റൊരു രൂപമായ ആദിശേഷനാകുന്ന മെത്തമേൽ ഭഗവാൻ ആനന്ദ സ്വരൂപിയായി യോഗനിദ്ര ചെയ്തു. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മ ശേഷേ ആനന്ദസാന്ദ്രാനുഭവ സ്വരൂപ സ്വയോഗനിദ്രാ
പരിമുദ്രിതാത്മാ. എട്ടാം ദശകത്തിലെ 7ാമത്തെ ശ്ലോകം. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശത കിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിം വ്രജേന തത്രാഖില ജീവതാംനാ. കാലാഖ്യശക്തിയെക്കുറിച്ച്, കാലത്തെക്കുറിച്ചാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. പ്രളയാവസാനത്തിൽ എന്നെ ഉണർത്തണം എന്ന് കാലാഖ്യശക്തിയോട് നിർദ്ദേശിച്ചിട്ട്, കാലശക്തിയോട് നിർദ്ദേശിച്ചിട്ട് തന്നിൽ ലയിച്ചുറങ്ങുന്ന ശക്തി സമൂഹത്തോടു കൂടിയവനും എല്ലാ ജീവജാലങ്ങൾക്കും ആധാരവുമായ നെന്തിരുവടി യോഗനിദ്ര സ്വീകരിച്ചു അത്രേ. അതായത് പ്രളയത്തിൻ്റെ ആരംഭത്തിൽ ഭഗവാൻ യോഗനിദ്ര ആരംഭിക്കുകയാണ്. എന്നാൽ കാലം പ്രളയകാലത്തും പ്രവർത്തിക്കുന്നുണ്ട്. കാലം എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വേണ്ട സമയത്ത് ഉണർത്താനുള്ള ബാധ്യത കാലത്തിന് ഉണ്ട്. അതും അവിടുന്ന് നിർദ്ദേശിച്ച പ്രകാരം എപ്പോഴാണ് അദ്ദേഹത്തെ ഉണർത്തേണ്ടത് എന്ന് കാലം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും കാലം ശരിക്ക് ഉണർന്ന് ഇരിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് ശക്തികളെല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുമ്പോഴും കാലശക്തി മാത്രം ഒന്നാമതായി ഉണരത്തക്ക വിധം ഉറങ്ങുന്നതായി അതായത് കാലം ഉറങ്ങുന്നതായി കരുതണം എന്നാണ് നമ്മൾ പറയുന്നുള്ളൂ. കാരണം ഭഗവാനെ ഉണർത്താനുള്ള ഒരു ബാധ്യത കാലത്തിനാണ്. അതുകൊണ്ട് പ്രാപഞ്ചിക വ്യവഹാരമെല്ലാം അസ്തമിച്ച ആ സമയത്ത് കാലഗണനം എന്തിനെ ആശ്രയിച്ചാണ് എന്നുള്ള ശങ്കയ്ക്ക് ഒരവകാശവുമില്ല. കാലശക്തിക്ക് തന്നെ അതിൻ്റെ പരിമാണം അളന്നുകൊണ്ടിരിപ്പാൻ കഴിവുണ്ടെന്ന് സാരം. അതായത് ഭഗവാനെ ഉണർത്താനായിട്ട് കാലശക്തിയോട് നിർദ്ദേശം കൊടുത്തിട്ടാണ്, കാലശക്തിയോട് പറഞ്ഞിട്ടാണ് ഭഗവാൻ യോഗനിദ്ര ആരംഭിക്കുന്നത്. എപ്പോഴാണ് ഉണരേണ്ടതെന്ന് അതിനൊരു കാലമുണ്ട്. അതിനനുസരിച്ച് പ്രളയാവസാനത്തിൽ ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുകയും വീണ്ടും പ്രപഞ്ചം ഉണ്ടാവാനുള്ള, പ്രപഞ്ചോൽപത്തിക്കുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഇതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാ കിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാംനാ. എട്ടാം ദശകത്തിലെ 8ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ചതുര്യുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാങ്കില വിശ്വനാഥ. ബ്രഹ്മാവിൻ്റെ രാത്രിയാണ് പ്രളയം. അത് 4 യുഗങ്ങൾ 1000 തവണ ആവർത്തിക്കാൻ വേണ്ട കാലമാണ്. ബ്രഹ്മാവിൻ്റെ പകലിനോളം തന്നെ ദൈർഘ്യം രാത്രിക്കുമുണ്ട് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് അല്ലയോ വിശ്വനാഥനായ ഗുരുവായൂരപ്പ, അദ്വിതീയനായ നെന്തിരുവടി, ഇപ്രകാരം 1000 ചതുർയുഗക്കാലം
യോഗനിദ്രയിലിരിക്കെ കാലം എന്ന ശക്തി വീണ്ടും ആദ്യം ഉണർന്നു. ആ ശക്തി നിന്തിരുവടിയെ ഉണർത്തിയത്രേ എന്ന് ത്രികാലവേദികളായ ആചാര്യന്മാർ പറയുന്നു. ഭഗവാന്റെ യോഗനിദ്രയ്ക്കും അത് കഴിഞ്ഞുള്ള ഉണർച്ചയ്ക്കും ഒന്നും സാക്ഷികളൊന്നുമില്ല. കാലം ഭഗവാനെ ഉണർത്തി എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം കാലത്തിന് പ്രവർത്തിക്കാനുള്ള അനുമതി ഭഗവാൻ കൊടുത്തു എന്നായിരിക്കും. കാരണം കാലസ്വരൂപനാണ് ഭഗവാൻ. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയദ്വാങ്കില വിശ്വനാഥ. ഒമ്പതാമത്തെ ശ്ലോകമാകട്ടെ ഇന്ന്. വിബുദ്ധ്യജത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മദയാ നിജാന്തസ്ഥിതേഷു വിശ്വേഷു ദദാഥ ദൃഷ്ടിം. ഭഗവാൻ യോഗനിദ്ര ചെയ്യാണ്. ലോകം മുഴുവനും ജലമാണ്, പ്രളയം. അങ്ങനെ ജലഗർഭശായിയായ ഭഗവാൻ നിന്തിരുവടി ഉണർന്നു. കാലാക്കി ശക്തി അദ്ദേഹത്തെ ഉണർത്തി എന്നാണല്ലോ പറയുന്നത്. ഉണർന്നു നോക്കിയപ്പോൾ ലോകങ്ങളെല്ലാം ലയിച്ചു പോയതായി കാണുന്നു. പക്ഷെ അദ്ദേഹം രണ്ടാമത് സൂക്ഷിച്ചെന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടത്? അവയെല്ലാം സ്വശരീരത്തിനുള്ളിൽ സൂക്ഷ്മ രൂപത്തിൽ ലയിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലായി. പ്രളയം അവസാനിക്കേണ്ട കാലമായപ്പോൾ കാലം ഭഗവാനെ ഉണർത്തി. ഭഗവാൻ ഉണർന്നു നോക്കിയപ്പോൾ പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന ലോകങ്ങളൊന്നും കണ്ടില്ല, ജലം മാത്രമേ കണ്ടുള്ളൂ. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ലോകങ്ങളെല്ലാം സൂക്ഷ്മരൂപത്തിൽ തന്നിൽ തന്നെ ഉണ്ട് എന്ന്. ഭഗവാൻ അവയിൽ ദൃഷ്ടി പതിപ്പിച്ചു. അപ്പോൾ മുമ്പിലത്തെ സ്ഥൂലവും സൂക്ഷ്മവുമായ ഘടകങ്ങളോടെ പ്രപഞ്ചം വീണ്ടും ഉണ്ടാകാനായി ആ ദൃഷ്ടിപാതം അഥവാ നോട്ടം കാരണമായി തീർന്നു. വിബുദ്ധ്യജത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മദയാ നിജാന്തസ്ഥിതേഷു വിശ്വേഷു ദദാഥ ദൃഷ്ടിം. എട്ടാം ദശകത്തിലെ 10ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. തതസ്ത്വദീയാദൈ നാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപ രൂപം മുകുളായമാനം. ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു താമരമുട്ട് ഉണ്ടായതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലയോ ഭഗവാനെ, അനന്തരം ഉള്ളിലടങ്ങിയിരിക്കുന്ന സകല വസ്തുക്കളുടെയും സൂക്ഷ്മാവസ്ഥയെ ധരിക്കുന്നതും വിടർന്നു കഴിയാത്തതുമായ ഒരു തേജോമയമായ താമരമൊട്ട് നിന്തിരുവടിയുടെ നാഭീദ്വാരത്തിൽ നിന്ന് ഉൽപ്പന്നമായി. അതിൽ സമസ്ത വസ്തുക്കളുടെയും
സൂക്ഷ്മാവസ്ഥ അടങ്ങിയിരുന്നതിനാൽ അത് ജഗത്തിൻ്റെ എല്ലാം, ഈ ലോകത്തിൻ്റെ എല്ലാം ബീജഭൂതവും ആയിരുന്നു. അതായത് പിന്നീട് അവിടുത്തെ പൊക്കിളിൽ നിന്ന് നാഭീരന്ധ്രത്തിൽ നിന്ന് ഒരു ദിവ്യമായ താമരമൊട്ട് ഉയർന്നു വന്നു. ഈ താമരമൊട്ടിൽ മുമ്പ് പ്രപഞ്ചത്തിലുണ്ടായിരുന്ന എല്ലാ പദാർത്ഥ സമൂഹങ്ങളും വളരെ സൂക്ഷ്മരൂപത്തിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. താമര വിടരുമ്പോൾ അവയെല്ലാം സ്ഥൂല രൂപം പ്രാപിക്കും എന്ന് ചുരുക്കം. തതസ്തുതീയാദൈ നാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപദ്മം നിലീന നിശേഷ പദാർത്ഥമാലാസം സംക്ഷേപരൂപം മുകുളായമാനം. എട്ടാം ദശകത്തിലെ 11-ാമത്തെ ശ്ലോകം ആ താമരമൊട്ടിൻ്റെ പ്രഭാവത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. തദേതദംഭോരുഹ കുട്മലം തേ കളേബരാത്തോയപതേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വധാമഭിർധ്വാന്തമലം നികൃന്ദത്. അങ്ങയുടെ ബുക്കിൽ നിന്ന് ഉണ്ടായ ആ താമരമൊട്ട് അങ്ങയുടെ ദേഹത്തിൽ നിന്ന് ജലം നിറഞ്ഞ ബഹിർഭാഗത്തേക്ക് മുളച്ച് ഉയർന്നു. അത് വെള്ളത്തിൻ്റെയും പുറത്തേക്ക് പൊന്തി വരികയും ചെയ്തു. മാത്രമല്ല വളരെ തേജസ്സുറ്റതായിരുന്നു ആ താമരമൊട്ട്. അങ്ങനെ ചുറ്റും പ്രകാശിക്കുന്ന സ്വന്തം തേജസ് കൊണ്ട് അവിടെയുള്ള അന്ധകാരത്തെ മുഴുവനും അത് നശിപ്പിച്ചു. ആ താമരമൊട്ട് ഭഗവാന്റെ ശരീരത്തിൽ നിന്നുണ്ടായി പ്രളയജലത്തിൽ മുളച്ച് ഉയർന്നു. അതിൻ്റെ പ്രകാശം ചുറ്റും വ്യാപിച്ചു. ആ പ്രകാശം ചുറ്റുമുള്ള ഇരുട്ടിനെ എല്ലാം നശിപ്പിച്ചു, പ്രകാശമാനമാക്കി. അതായത് കാലശക്തി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി, പ്രപഞ്ച പ്രവർത്തനം ആരംഭിച്ചു എന്ന് ചുരുക്കം. തദേതദംഭോരുഹ കുട്മലം തേ കളേബരാത്തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വധാമഭിർധ്വാന്തമലം നികൃന്ദത്. എട്ടാം ദശകത്തിലെ 12-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. സംഫുല്ലപത്രേ നിധരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശിഃ. ബ്രഹ്മാവിൻ്റെ ജനനമാണ്. സംഫുല്ലപത്രേ, നന്നായി വിടർന്ന ദളങ്ങളോട് കൂടിയ, നിതരാം വിചിത്രേ, ഏറ്റവും അത്ഭുതാവഹവും നിന്തിരുവടിയുടെ പ്രഭാവത്താൽ വഹിക്കപ്പെട്ടതുമായ ആ താമരപ്പൂവിൽ തന്നെത്താൻ പ്രകാശിച്ച സമസ്തങ്ങളായ വേദങ്ങളുടെ സമൂഹങ്ങളോട് കൂടിയവനും പത്മജൻ എന്ന പ്രസിദ്ധനുമായ ആ ബ്രഹ്മാവ് ഉദ്ഭവിച്ചു. ഈ താമരമുട്ട് വിടരുമ്പോൾ
അതിനോടൊത്തു തന്നെ സഹസ്രശാഖമായ വേദങ്ങളും പ്രബുദ്ധമായി. താമര പൂർണ്ണമായും വിടർന്നപ്പോൾ വേദങ്ങളോടൊപ്പം തന്നെ ബ്രഹ്മാവും അതിൽ നിന്ന് ആവിർഭവിച്ചു. പത്മത്തിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് പത്മജൻ എന്ന് ബ്രഹ്മാവിന് പര്യായപദമുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. പത്മജനായ ബ്രഹ്മാവ്. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാവിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. എട്ടാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകം 13ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. അസ്മിൻ പരാത്മന്നനു പാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്തി ബദാലയവാസ വിഷ്ണോ. അല്ലയോ പരമാത്മാവായ വിഷ്ണു ഭഗവാനെ, മുമ്പ് പറഞ്ഞ പാത്മകൽപ്പത്തിൽ ഇപ്രകാരം ഉത്ഭവിപ്പിക്കപ്പെട്ട ബ്രഹ്മാവോടു കൂടിയവനും അളവറ്റ മഹിമയുള്ളവനുമായ നെന്തിരുവടി, എൻ്റെ രോഗത്തെ ശമിപ്പിക്കണമേ. ഈ പ്രപഞ്ചം തന്നെ അവിടുന്നാണ്. അനന്ത മഹിമാവാണ്, പരമാത്മാവാണ് ഭഗവാൻ. അവിടത്തേക്ക് ബ്രഹ്മാവിനെ ജനിപ്പിക്കുക എന്നത് എത്രയോ ലഘുവായ കാര്യമായിരിക്കെ ഭക്താനുഗ്രഹത്തിനായി ഈ ക്ഷേത്രത്തിൽ ഗുരുവായൂരിൽ പ്രത്യക്ഷനായിരിക്കുന്ന അവിടത്തേക്ക് ഈ എൻ്റെ രോഗത്തിന് ശാന്തി വരുത്തുവാൻ എന്ത് പ്രയാസമാണുള്ളത്. ശരിയല്ലേ? ഇത്രയും വലിയ പ്രപഞ്ചോൽപ്പത്തിയും ഒക്കെ നടത്തുന്ന ഒരാൾക്ക് ഒരു മനുഷ്യൻ്റെ കീടം പോലെയുള്ള ഈ മനുഷ്യൻ്റെ രോഗശാന്തി വരുത്താൻ എന്ത് പ്രയാസമാണുള്ളത്. അങ്ങ് ഒരു കാരുണ്യം മാത്രം എന്നിൽ ചൊരിഞ്ഞാൽ മതി. അതിനുള്ള ഒരു കാരുണ്യം എന്നിലുണ്ടാകണമേ. നമ്മൾ മനുഷ്യര് പലവിധ പീഡകളാൽ, ശാരീരികമാവാം മാനസികമാവാം, അങ്ങനെയുള്ള പീഡകളാൽ ബാധിക്കപ്പെട്ടവരാണ്. നമ്മുടെ രോഗങ്ങളെ, പല വിധത്തിലുള്ള രോഗങ്ങളെ ശമിപ്പിക്കാൻ അങ്ങയുടെ കൃപാകടാക്ഷം മാത്രം ഉണ്ടായാൽ മതി. അതിന് നമ്മളെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിനെ ഉൽപ്പാദിപ്പിച്ച അല്ലെങ്കിൽ സൃഷ്ടിച്ച ഭഗവാന് ഒരു മനുഷ്യൻ്റെ രോഗങ്ങളെ നശിപ്പിക്കാൻ എന്ത് വിഷമമാണുള്ളത്. ഭഗവാൻ കരുണാപൂർവം നമ്മളെ ഒന്ന് കടാക്ഷിച്ചാൽ മാത്രം മതി. ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഒരു കാരുണ്യം എല്ലാവരിലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 8ാം ദശകം അവസാനിപ്പിക്കുകയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണമേ.